അതൊന്നും അല്ലടാവേ. റാണിമോൾ ഇപ്പൊ 2-3 പ്രാവശ്യം വിളിച്ചു. എന്നെ കാണാതിരുന്ന അവക്ക് പ്രശ്നം. ഒരു ദിവസം അവള് വയലന്റ് ആയെന്ന് ആൻസിയും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാ. അലീനയെ കൊണ്ടുപോകുന്നുണ്ടോ? അതെന്നാ ചോദ്യാടാ ലാലിച്ച. നിന്നോടൊരു വാക്ക് പറയാതെ ഞാൻ അവളെ കൊണ്ടുപോകും? അപ്പച്ചനെ, ചിന്നമ്മയെ കൊണ്ടുപോയി എല്ലാരെയും പരിചയപ്പെടുത്താൻ ഒരാഗ്രഹമുണ്ടെന്ന് തോന്നി. ഇപ്പൊ കൊണ്ടുപോകുന്നില്ല. ആദ്യം ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവരോട് വിശദമായിട്ട് പറയട്ടെ. എന്നിട്ട് എല്ലാരും കൂട്ടി യുദ്ധത്തിന് വാ. അതെന്നാ വർത്താനാ ലാലിച്ച. ഞാൻ അവരെയൊക്കെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയാ പോകുന്നത്. റോബിച്ചനാണെങ്കിൽ എന്നും വിളിയാ, വരുന്നില്ലേ വരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്തിനാ? അവൻ ഇവിടുത്തെ വിവരങ്ങൾ അറിയണം. അറിയേണ്ടവരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ നേരിട്ട് പറയാം. എടാ മോനെ, അവർക്ക് സത്യാവസ്ഥകൾ അറിയത്തില്ലല്ലോ. ഫോണിൽ കൂടെ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. അതാ ഞാനങ്ങ് പോയേക്കാവെന്ന് വെച്ചേ. പോകാൻ നേരത്ത് അപ്പച്ചൻ അലീനയെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതെല്ലാം ഞാൻ അവക്ക് വേണ്ട പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞു കൊടുത്തു? അവളെ കൊണ്ട് എനിക്കെതിരെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളാനോ? എടാ മോനെ, ഞാൻ അങ്ങനെ വല്ലതും പറയുവോ? നോക്കിയും കണ്ട് നിന്നോളാനാ പറഞ്ഞേക്കുന്നേ. അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടുത്തെ ഡിസിപ്ലിൻ തെറ്റിക്കരുതെന്ന്, എന്റെ നേരെ ആർഗ്യുമെന്റ് നിൽക്കരുത്. ഐ പ്രിഫർ ഓൺലി മോസ്റ്റ് ഒബീഡിയന്റ് ആൻഡ് വെൽ ബിഹേവ്ഡ് ഡോട്ടർ. അനുസരണയില്ലാത്ത മകൾ എനിക്കൊരു തലവേദനയാകും എന്നും പറയണം. എടാ ലാലിച്ച, അവള് നിന്നെ പോലെ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡായി വന്നതല്ലല്ലോ. ഒരു അനാഥാലയത്തിൽ നിന്ന് വന്ന പെങ്കൊച്ചല്ലേ, അത് നീ മറക്കരുത്. അലീന തന്നെ അത് 100 വട്ടം പറയുന്നുണ്ട്. ഇനി അപ്പച്ചനും കൂടി റിപ്പീറ്റ് ചെയ്യാതെ. എടാ, അവള് പറയുന്നതാണോ കുറ്റം? അവൾ അവിടെ നിന്നല്ലേ വന്നത്? അവളെ പട്ടാളച്ചിട്ട് പഠിപ്പിക്കുന്നതാണോ എളുപ്പം, അതോ അവള് പറയുന്നതിനും കൂടി ചെവി കൊടുക്കുന്നതാണോ? എന്നെ ധിക്കരിച്ചോണ്ട് എന്ത് ചെയ്താലും എനിക്കിഷ്ടമല്ല. അവൾക്കിവിടെ എന്തിന്റെ കുറവാ? നിന്നോട് തർക്കിക്കാൻ എനിക്കും ഇഷ്ടമല്ല. ഞാൻ പോയി വന്നിട്ട് ബാക്കി പറയാം. പോയിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? ഇതെന്നാ ചോദ്യല്ല ആലിച്ച. ഞാൻ വരണ്ടേ? ഒരു പോക്ക് അങ്ങ് പോയാ മതിയോ? പോയാ പിന്നെ 3-4 മാസത്തേക്ക് ഈ വഴിക്ക് വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ ഒരു പെങ്കൊച്ചില്ലേ, സിംഹത്തിന്റെ അടുത്ത് ആട്ടിൻകുട്ടിയെ വിട്ടിട്ട് പോകുന്ന പോലെയല്ലേ? ആര്? ഹലീനയാണോ ആട്ടിൻകുട്ടി? കൊള്ളാം. കഴിഞ്ഞ ദിവസം അവളൊരു പുലി പോലെയല്ലേ പൗലോസിന്റെ നേരെ ചെന്നത്. ലാലിച്ച, അവള് കേണൽ സ്റ്റാൻ